മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾ എന്തായാലും LDF ജയിക്കും എന്ന് മാത്രമേ പറയൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വാഭാവികമായും താങ്കളുടെ രാഷ്ട്രീയ ബോധം വെച്ച് താങ്കൾ അങ്ങനെ മാത്രമേ പറയൂ. പക്ഷേ ഈ പറയുന്നത് പോലൊക്കെ ഈ 100-110 സീറ്റിലേക്കൊക്കെ ജയിക്കാൻ തക്ക ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. പറയാന് പിന്നെ സാറ് പറയാൻ വിട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് തിരുവല്ലയിൽ പ്രസംഗിച്ചു, ദേശീയ ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു അത് വരും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാനും തന്നെ ആലോചിച്ചു എങ്ങനെ ഇപ്പൊ അത് എന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എങ്കിലും കൂടിയിട്ട് എന്താ വരാൻ വല്ല സഖ്യപ്പോലൊക്കെ ഉണ്ടാവിക്കാറെന്നുള്ളതിലൊക്കെ കരുതുന്നു. പിന്നെ പിണറായിനോട് ചോദിച്ചു. ശ്രീ മുഹമ്മദ്, നമ്മളതൊക്കെ തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അത് ട്രോളാണെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയതാണ്. എന്നാലും അത് സാറ് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയാം. പിന്നെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ ഞങ്ങളെ നേതാവും പറഞ്ഞു ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു, 110 കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തില് ആഹാരം കഴിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവരെ എങ്ങനെയാണ് സ്നേഹിച്ചത് ഈ സർക്കാർ 5 വർഷം എങ്ങനെയാന്നുള്ളത് ഇപ്പൊ സാറിന് ഞാൻ പറയാതെ അറിയാം. സാറ് ഏറ്റവും വലിയൊരു പത്രലേഖനവും ഇതിന്റെ ലേഖനവും ഇതൊക്കെയാണ്, എല്ലാം നല്ല അറിയാം. ഓരോരുത്തരെ അണുവിടും ഇല്ലാതെ സാറിന് അറിയാം. എങ്കിലും കൂടി ഞാൻ പറയാം, ഇപ്പോഴും 1000 റുപ്യ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ അടുത്ത് കിട്ടി. എന്റെ വീട്ടിൽ 1000 റുപ്യ കിട്ടി. ഇതേപോലെ എല്ലാ വീട്ടിലും കിട്ടി. പിന്നെ പെൻഷൻ ഇപ്പോൾ അവിടെ കൊടുന്നു കൊടുത്തു. പിന്നെ അരി 2 ആഴ്ചക്കുള്ളത് 2 മാസത്തിനുള്ളത് ഒന്നിച്ച് കൊടുക്കണ്. വിഷു ഇതൊക്കെ വരികയല്ലേ എന്നുള്ളതും പറഞ്ഞു. പിന്നെ ഈ റോഡ്, ഈ തോട്, ഈ പാലം മുതൽ എല്ലാം ഇവിടെ ഇടതുപക്ഷത്തിന് സാധിക്കുള്ളൂ. സാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ ഒരു വയനാട്ടിലെ ഒരു പെണ്ണിനെ ഇപ്പോ എനിക്ക് മച്ചയിൽ മതിയെ പറഞ്ഞാണ്ട് ആ 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു. അത് കയറ്റി കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിന്റെ പൈസ പോയിട്ടില്ല എന്നുള്ളതാ വിചാരിച്ചത്. അല്ലാതെ മുഴുവനും പൈസ അയച്ചങ്ങള്. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ എങ്ങനെ ഈ 110 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കടന്ന പറച്ചിലായി തോന്നുന്നുണ്ടോ താങ്കൾക്കും? അത് ഞങ്ങൾ സ്ഥിരം പറയുന്നതാണ്, ഞങ്ങൾക്ക് കിട്ടും ഈ പ്രാവശ്യം എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും താങ്കളുടെ വിശ്വാസം അങ്ങനെ. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇടതുമുന്നണിക്കായിരിക്കുമോ അതോ UDF ആർക്കായിരിക്കും ഭരണം കിട്ടാൻ സാധ്യതയുള്ളത്? ശ്രീ കുഞ്ഞഹമ്മദ് പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഞങ്ങൾ സത്യപ്രതിജ്ഞ തീയതി അടക്കം തീരുമാനിച്ച് വണ്ടിക്കടക്കം ഏൽപ്പിച്ച് കുത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, NM വിജയന്റെ മോള് നാളെ സുൽത്താനും പത്തിരിയിൽ നിരാകരിക്കാൻ പോകുക. കോൺഗ്രസിന്റെ ചെയ്തികളെ കേരളം കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോ? മുണ്ടക്കായി ചൂരലുമായ പൈസ 3.5 കോടിയാണ് വിളിച്ച് 20 കോടി രൂപ DYFI വിളിച്ച്. ഇത് കേരളം കണ്ടോണ്ടിരിക്കുക. കേവല ഭൂരിപക്ഷം നേടി ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരും. നോക്കൂ നിങ്ങൾ, ഇത്ര സുന്ദരമായ ഒരു സ്ഥലം ലോകത്തെവിടെയുള്ള കേരളം അല്ലാണ്ട് നിങ്ങൾ കണ്ടോ? എന്തെല്ലാം സംഗതി അവിടെ കൊടുക്കുന്നത്. പ്രതീക്ഷ അങ്ങനെ. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൂടി നോക്കാം. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു 3-ാം ഊഴം പിണറായിക്ക് അല്ലെങ്കിൽ LDF ഉണ്ടാകുമോ അതോ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന UDF ഭരണത്തിലേക്ക് മടങ്ങി വരുമോ? കേൾക്കാൻ പറഞ്ഞോളൂ. കേൾക്കാം. അതെ, എന്താണ് അതിന് സംശയമുള്ളത്? ആർക്കാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട്, സാധാരണക്കാർക്ക് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു വടവൃക്ഷമല്ലേ പിണറായി വിജയൻ സർക്കാർ. എന്തുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ വെട്ടിക്കളയണം എന്നാണ് ജനം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99 സീറ്റെങ്കിലും മേടിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ 3-ാം ഊഴത്തിലേക്ക് വിജയകരമായി പൊങ്ങി വരും. അത് നമ്മൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കണം. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊന്ന് ആലോചിക്കണം. എന്നോട് പറയാനുള്ളത്, ഇവിടെയുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരോടും പറയാനുള്ളത്, എത്രയും വേഗം നിങ്ങളുടെ മനസ്സ് മാറ്റി ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരൻ, ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കൊട്ടാരക്കരയുടെ മാത്രം ചിത്രമല്ല, കേരളത്തിന്റെ ആകെ ഒരു ചിത്രത്തിൽ ഏത് മുന്നണിക്കാണ് ഇത്തവണ അധികാരം കിട്ടാൻ സാധ്യതയുള്ളത്? എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം ന്യൂസ് 18 പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇവര് പറയുന്നത് പോലെ 2 മുന്നണികളും അവകാശപ്പെടുന്ന പോലെ 100-110 ഒന്നും
കിട്ടത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇടതുമുന്നണിക്കായിരിക്കും ഭരണം കിട്ടാൻ പോകുന്നത്. മാജിക് നമ്പർ മറികടക്കാൻ അവർക്ക് പറ്റും. ഒരു 75 സീറ്റോളം കിട്ടാനാണ് സാധ്യത. അങ്ങനെയാണ് കാണുന്നത് കാര്യങ്ങൾ. ഈ 75 എന്നൊക്കെ പറഞ്ഞാൽ ഒരു അതിനകത്ത് ഒരു 5 സീറ്റ് മാറിപ്പോയാൽ ചിലപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരില്ലേ? അല്ല, മിനിമം അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു 80-85 കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ആ മുന്നണിക്ക് അധികാരം കിട്ടുമെന്നൊക്കെ. 70-75 എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 500 വോട്ട് മാറിയാൽ തന്നെ മറിയുന്ന മണ്ഡലങ്ങളൊക്കെ ഇല്ലേ? അല്ല, അതാ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വരും. എത്ര ഇതായാലും ഒരു 75, ഏറ്റവും കുറഞ്ഞത് 75, ഏറ്റവും കുറഞ്ഞത് ഒരു 75 സീറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന് അധികാരം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇപ്പൊ കുറ്റങ്ങൾ പലതും നമുക്ക് പറയാൻ കാണും. എന്നിരുന്നാൽ തന്നെയും ഈ മുടങ്ങിക്കിടന്ന പല വലിയ പദ്ധതികളും ചെറിയ പദ്ധതികളും പാലങ്ങളും എല്ലാം ഇവര് പൂർത്തീകരിച്ച്, അതേപോലെ ഇനി പാതിയാക്കി വെച്ചിരിക്കുന്ന പല പരിപാടികളും ഉണ്ട്. ഈ പാതിയാക്കി വെച്ചിരിക്കുന്ന പരിപാടികൾ ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം അടുത്ത തവണ ആര് ഭരിക്കും? നമസ്തേ സാറേ. നമസ്തേ. ഭരിക്കുന്നതിന് എന്തായാലും BJPയുടെ ഒരു സഹായം ഇല്ലാതെ രണ്ടു കൂട്ടർക്കും ഭരിക്കാമെന്ന് തോന്നുന്നില്ല. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും അവർക്ക് ഭരിക്കാതെ. പിന്നെ ഈ 2 തവണ ഭരിച്ചത് നമ്മൾ കണ്ടതല്ലേ. ഈ BJP അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഇനി ചിലപ്പോൾ അങ്ങനെ വന്നു എന്ന് കരുതുക. ഒരു ഊഹമാണ്. 2 പേർക്കും ഭരിക്കാൻ ഭൂരിപക്ഷമില്ല, ഒരു 67-68 വീതം വരുന്നു, ബാക്കിയുള്ള ഒരു 5-6 സീറ്റ് BJPക്ക് വരുന്നു എന്നൊക്കെ കരുതിയ BJP ഇതിനെ താരെ പിന്തുണയ്ക്കും. അല്ല, BJP പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹായം ഇല്ലാതെ വരുന്നത് ഞങ്ങൾ അങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ സാറേ. എന്തായാലും കേരളത്തിലെ BJPയുടെ സഹായം മേടിച്ച് കേരളത്തിൽ LDFും ഭരിക്കാൻ തയ്യാറാവില്ല, UDFും ഭരിക്കാൻ തയ്യാറാവില്ല. അവർ രണ്ടുപേരും അങ്ങനെ BJP പിന്തുണയിൽ ഭരിക്കാൻ 2 കൂട്ടരും ഒരു കാരണവശാലും തയ്യാറാവാൻ യാതൊരു വഴിയില്ല. അവസാനം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് സീറ്റ് കിട്ടി ഇങ്ങനെയൊക്കെ വന്നാൽ അതിപ്പോ ഞാനിപ്പോ ഏതിന് കൂട്ടി നിൽക്കണമെന്ന് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം, അങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ മൂന്നാമത്തെ താങ്കൾ പറയുന്ന BJPക്ക് അന്നേരം എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഞാനൊരു 10 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. 10 സീറ്റോ? അത് ഏതൊക്കെയാണ് ആ 10 സീറ്റുകൾ? തിരുവനന്തപുരത്ത് തന്നെ 3 സീറ്റ് ഉണ്ട് സാറേ. അത് ഒന്ന് നേമം, ഒന്ന് കഴക്കൂട്ടം, ഒന്ന് വട്ടിയൂർക്കാവ്. 3 ആയില്ലേ? ചാത്തന്നൂർ ഒരു സീറ്റ് ഉണ്ട് സാറേ. 4 ആയില്ലേ? പിന്നീട് എല്ലാം പറയാം. പറഞ്ഞോളൂ, ആളുകളൊക്കെ അറിയട്ടെ. 4 അവിടെ തന്നെ 4. തൃശ്ശൂര് നമ്മുടെ പഴയ ലീഡറുടെ മകള് ജയിക്കും. പിന്നെ അനീഷ് കുമാർ ജയിക്കും. എവിടെയാണ് അനീഷ്? അവിടുത്തെ പഴയ ജില്ലാ പ്രസിഡന്റ്. മണലൂർ. മണലൂർ. അപ്പം 5, 1, 6. പാലക്കാട് ജയിക്കും. പാലക്കാട് 7. 8 8ആയോ? ഓക്കെ, എന്നാ 8. അടുത്തത് പിന്നെ 2 ഉണ്ട്. ഒന്ന് നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല സാറേ. ഇത് ഞാൻ മഞ്ചേശ്വരം ആയിരിക്കും. അത് 9 വേണേ നമുക്ക് കൂട്ടാം. അങ്ങനെ അപ്പൊ അത്രയും മതിയല്ലോ സാറേ. ശരി, എന്തായാലും 10 സീറ്റ് ഉറപ്പിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് പോലും പറയാൻ പെട്ടെന്ന് കഴിയുന്നില്ല. അല്ല, ഈ 9 സീറ്റ് 9 സീറ്റോളം ഉണ്ട്. 10 ഞാൻ പറഞ്ഞതിനകത്ത്. ഓക്കെ ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ശ്രീകുമാറാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യതയുള്ളത്? കേരളത്തിൽ UDF അധികാരത്തിൽ വരും. 95-100 സീറ്റിലേക്ക് UDF അധികാരത്തിൽ വരും. അത്രയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.